ക്രിസ്തു ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എൻ്റെ കുർബാനയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. അപ്പോൾ അവിടെ വചനം വായിച്ച പരിശുദ്ധാത്മ പറഞ്ഞു, ഈ ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, താഴെ കിടക്കുന്ന വചനത്തിൻ്റെ താക്കോൽ വെച്ചാണ് ഈ വീട് തുറക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താണ്? ശാന്തശീല അനുഗ്രഹരാകുന്ന ഭൂമി കൈവശമാക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശാന്തത വേണമെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ നമ്മൾ വീടൊഴിഞ്ഞ് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാത്തതും കണക്കായിട്ട് വരും. ശാന്തത. അപ്പം അത് എങ്ങനെയാണ് ആ ശാന്തത ഉണ്ടാക്കണത്? ആ ശാന്തത ഉണ്ടാക്കണതിൻ്റെ താഴെ ഒരു വചനമുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയും സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം. മത്തായി 5:11-12 തിരുവചനങ്ങൾ. 5:11. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത് മുകളിൽ പറഞ്ഞ സുവിശേഷ ഭാഗ്യങ്ങളാണ് വിഷയം. ആ സുവിശേഷ ഭാഗങ്ങളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയേ. ശാന്തശീലർ, മത്തായി 5:3 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വിലപിച്ചാലും ശാന്തത ശീലമാക്കിയാലും എന്ത് ബേസിലായിരിക്കണം അങ്ങനെ ചെയ്യണത്? വിലപിക്കണമെങ്കിൽ എന്നെ പ്രതി, അതാണ് വിഷയം. എല്ലാം സോൾവ് ചെയ്യണതും സമാധാനം ഉണ്ടാക്കുന്നതും ആരാണ്? ഈശോയാണ്. ശരിക്കും ഒരു വിഷയം, കർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനും, ഒരിക്കലും നിങ്ങൾ പഴയ ഈ കെമിസ്ട്രി കുടുംബത്തിൻ്റെ ഈ പദാർത്ഥം പുതിയ ഒരു എലമെൻ്റ് വന്ന് ഒരു ഫോറിൻ എലമെൻ്റ് വരുമ്പോഴും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നവരെയുള്ള പ്രോസസ്സ്, ട്രാൻസിഷൻ ടൈമില്ലേ, ആ ട്രാൻസിഷൻ ടൈമിൽ എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ല, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കയറി, അങ്ങനെ ഞാൻ നീ എന്ന് പറയരുത്. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം അവിടെ. ഇതൊരു കൾച്ചറിങ്ങിൻ്റെ ടൈമാണ് ശരിക്കും. അവിടെയാണ് ഈശോ ഇപ്പോൾ നിങ്ങൾ ശാന്തത കാണിച്ചാലും നിങ്ങൾ വിലപിച്ചാലും അതെന്താണ്? ചില കാര്യം റീഫണ്ടബിൾ അല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ ഉത്തരം കിട്ടുന്നതാണ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റെഡിമെയ്ഡ് ആൻസർ കിട്ടുന്നു. പക്ഷേ ഈശോ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് റെഡിമെയ്ഡ്, റെഡി ടു ആൻസർ, എന്താണ് ഇൻസ്റ്റൻറ്റ് പോലെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ കൊണ്ടുപോയി ഒന്ന് ഓവനിൽ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമായിട്ടല്ല. അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ റീഫണ്ടബിൾ ആകത്തുള്ളൂ. കോശമണി പോലെയാണ്. കോശമണി നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് കുറച്ച് പണം അവിടെ അടക്കണം. ഇവർ വരെ തല്ലുകയോ പൊട്ടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പണം പിടിക്കാൻ വേണ്ടി ആക്കണം. ചില സംഭവങ്ങൾ കോശമണി പോലെയാണ്, പിരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റീഫണ്ടബിൾ അല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു, ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു,
അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഞാൻ ക്ഷമിച്ചു, കാര്യം എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കർത്താവ് എങ്ങനെ, ഞാൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ കർത്താവ് ജോലി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങൾക്ക്, ചില മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മൈനർ കാര്യങ്ങൾ ഓക്കെയാണ്. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പം നിങ്ങൾ ഓർക്ക് എന്താ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗുരുതരമായി നിങ്ങൾക്ക് നഷ്ടം വരുന്നൊരു കാര്യം നിങ്ങൾ ഈശോയെക്കുറിച്ച് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രതിഫലം കിട്ടത്തില്ല. എന്താ കാര്യം? അത് ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത് ഇറ്റേണൽ അക്കൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഈശോ പറയണത്. എന്താണ് അവസാനം പറഞ്ഞ വചനം? 5:11 എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, ഇതാണ് മേജർ എന്ന് പറയുന്നത്. വേജമായിരിക്കും, ആ സംഭവത്തിൽ സത്യം ഉണ്ടാകത്തില്ല. വേജമായി നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതി വരെ പോകും. ചിലപ്പോൾ നിങ്ങൾ വാശി പിടിച്ച് വിവാഹമോചനം വരെ ആവശ്യപ്പെടും. കാര്യം നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൊച്ചിനെ കാണിച്ച് പറഞ്ഞു, ഈ കൊച്ചിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോയില്ല. എന്തിനാണ് അവനെ കൊണ്ട് തോന്നിയ വാസത്തെ തെറ്റ് പറയിപ്പിക്കുന്നത്? ഞാൻ കർത്താവ് ആ വിഷയം ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് പിശകി ഭർത്താവും ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും അറിയാം, വലിയ കഥയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു വാശിയാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വാശി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് മുടി നിരക്കണമെന്ന് കോടതി തോക്കണം എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനത്തിനെ കെട്ടിയെടുത്താൽ പിന്നെ അത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിനെ ആശീർവദിച്ച് മേടിച്ച സാധനമാണെങ്കിൽ അതിനെ കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്. തമാശ പറയല്ല. കാരണം നിങ്ങൾ കഴിഞ്ഞിട്ട് വാശിപ്പുറം കളഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനെ കെട്ടി അവളുടെ മുമ്പിൽ കൂടി ഞാൻ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നും, അതൊക്കെ ചുമ്മാ മസിൽ പിടുത്തമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വയസ്സാകും. ഇപ്പം നിങ്ങൾ പറയും അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ വീടിന് വാക്കി കൂടി പോവും, അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള കാറ് ഞാൻ മേടിക്കും. ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്ത സാധനങ്ങൾ. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വീമ്പിളക്കിയിട്ട് ആൾ കളിക്കാൻ നോക്കുന്ന വാശികൾ. ഇതിന് ബൈബിൾ വിളിക്കുന്ന പേര് ലോകമെന്നും വിളിക്കും, പിശാചെന്നും വിളിക്കും. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള വാശി, വൈരാഗ്യം, മത്സരം. ഉടമ്പടിയിൽ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ലോകത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നിൽ ലോകമുണ്ടോ, വാശിയുണ്ടോ, മത്സരമുണ്ടോ? വാശി എന്നാണ് പിന്നെ ഒരു മത്സരം വരണത്. മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാലും അവസാനം തോറ്റന് തുല്യമാണ്. എന്താ കാര്യം? ക്രിസ്തു ഈ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് മിസ്സാകും. ക്രിസ്തുവിനെ മിസ്സാകുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷനും ഒക്കെ വെച്ചിരിക്കണത് എന്താ? അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ആദ്യമേ തന്നെ ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജെഫി, ഇത് എൻ്റെ അമ്മ നയോബി. ഞങ്ങൾ വരുന്നത് നെടുങ്ങാട് സെൻ്റ് അഗസ്റ്റിൻ ഇടവകയിൽ നിന്നാണ്. ആദ്യമായി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ 2021 +2 പഠനം പൂർത്തിയാക്കി ജർമ്മൻ ഭാഷ പഠിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2024 മാർച്ച് 19 ആദ്യമായിട്ട് എൻ്റെ ആൻറ്റിയുടെ കൂടെ എനിക്കിവിടെ വരുവാനായിട്ട് സാധിച്ചു. അന്ന് ഞാനിവിടെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ അവസാനമായിട്ട് ജർമ്മൻ ഭാഷ പരീക്ഷ എഴുതുവാണ്, ഇത് പാസ്സാകുവാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് ആ പരീക്ഷ പാസ്സാകുവാനായിട്ട് സാധിച്ചു.
അതിനുശേഷം വീണ്ടും ദിവസങ്ങളോളം വർഷങ്ങളോളം നീണ്ടു. അങ്ങനെ 2025 ജനുവരി മാസം എനിക്ക് വീണ്ടും ഒരു എക്സാമിന് ഡേറ്റ് കിട്ടി. അന്ന് ഞാനൊരു എക്സാം ഹാളിൽ ചെന്നപ്പോൾ എൻ്റെ കഴുത്തിൽ, എൻ്റെ കൊന്തയിൽ ഞാനൊരു കാശ് രൂപം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതെന്നെ പഠിപ്പിച്ചൊരു സാറ് ഇവിടെ നിന്ന് വെഞ്ചരിച്ച് എനിക്ക് മേടിച്ച് തന്നതാണ്. അന്ന് ആ സാർ എന്നോട് പറഞ്ഞു, നീ കൊന്ത ഊരി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പറ്റൂല. അപ്പം എന്നോട് പറഞ്ഞു, നീ മുകളിൽ ചെല്ലുമ്പോൾ ഇത് ഊരി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്നെ വിട്ട് പോകലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മുകളിൽ ചെന്നപ്പോൾ സാറത് മറന്നുപോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കൊന്തയും ഈ കാശുരൂപം കൊന്തയിട്ട് ഞാൻ പരീക്ഷയ്ക്ക് കയറി. ആ പരീക്ഷ എനിക്ക് അങ്ങനെ അത്ഭുതകരമായിട്ട് പാസ്സായി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെ ഞാനത് പാസ്സായി. കാരണം എക്സാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പീക്കിംഗ് ആയിരുന്നു. അന്ന് ആ ടീച്ചർ ഞങ്ങളോട് നിർത്താനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ നിർത്തിയിട്ട് എൻ്റെ പാർട്ണർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നിർത്തിയിട്ടും ടീച്ചർ അവസാനം ഓക്കെ ബൈ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് 2 കാരണമുണ്ട്. ഒന്നെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് പറഞ്ഞിട്ട് അത് നിർത്താൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും പോരാ, ഇത് കൊച്ചു പഠിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതെനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ എൻ്റെ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. വിസ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ എനിക്ക് വിസ റിജക്ഷൻ ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ കുടുംബം ഒത്തിരി വിഷമിച്ചു. കാരണം ഏകദേശം 3 വർഷം ഞാനിതിൻ്റെ പുറകെ നടക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് ശേഷം പഠിച്ചവരെല്ലാം ജർമ്മനിയിൽ എത്തിയിട്ടും ഞാൻ എങ്ങും ആവാതെ നിൽക്കുക. അങ്ങനെ ആ സമയത്ത് ജൂലൈ 12-ാം തീയതി എൻ്റെ വീട്ടിൽ, അപ്പം ഞാൻ എന്നും രാത്രി ഉറങ്ങുന്നത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ബെഡിൽ കിടന്ന് ഉറങ്ങണേ, അല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ജൂലൈ 12-ാം തീയതി ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കട്ടിലും ഇങ്ങനെ എന്തോ വെള്ളത്തരി പോലെ കിടക്കുന്നതായിട്ട് അമ്മ കണ്ടു. അപ്പോൾ അമ്മ എന്നെ പിണങ്ങി, നീ എന്തൊട്ട് ഈ കട്ടിലും വരുന്ന തിന്നേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയില്ല, ഞാൻ രാവിലെ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് ആ റൂമിൽ കയറുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ഉപ്പിൻ്റെ രസം പോലെ തോന്നി. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് കൃപാസന മാതാവിൻ്റെ ആണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അന്ന് രാത്രി തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ജർമ്മൻ ഭാഷ പരീക്ഷ ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പോയിട്ട് കിട്ടിയതിനൊരു സാക്ഷ്യം ഞാൻ കണ്ട്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാൻ വേണ്ടി എണീറ്റപ്പോഴാണ് അമ്മ പറഞ്ഞടി, മാതാവ് ഉപ്പ് മാതാവിൻ്റെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ കട്ടിൽ എൻ്റെ മാതാവ് കൊണ്ടുവന്നിട്ട് ഉപ്പാണെന്ന്. അങ്ങനെ ജൂലൈ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാനിവിടെ എൻ്റെ വിസയുടെ റിജക്ഷൻ പേപ്പറായിട്ട് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, ഞാൻ 18 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്ന് തന്നെ എനിക്ക് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ കിട്ടി. അതിനുശേഷം അച്ഛൻ്റെ ഇവിടുത്തെ ധ്യാനത്തിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു, എടി അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നുണ്ട്, കെ എന്ന ലെറ്റർ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നുള്ളൊരു സാക്ഷ്യങ്ങളിലൊക്കെയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനിങ്ങനെ കെ എന്ന് പറഞ്ഞ് കൊൽക്കത്തയിൽ പോയിട്ട് അവർക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചെന്ന്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ട് കെ വെച്ചിട്ട് കൊൽക്കത്തയിൽ പോവാമെന്ന്. അങ്ങനെ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ട് ഞാൻ കൊൽക്കത്തയിൽ എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പോൾ 1 വർഷം മുന്നേ ഞാൻ എടുക്കാൻ നോക്കിയിട്ട് അന്ന് പറ്റൂല എന്ന് പറഞ്ഞ സംഭവമാണ് 2025 ഞാൻ അങ്ങനെ കൊൽക്കത്തയിൽ എക്സാമിന് പോയത്. അതിനുശേഷം ആ പോകുന്ന സമയത്ത് ഡേറ്റ് എടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ചേച്ചി ഭയങ്കര ബുദ്ധിമുട്ടായി, ചേച്ചി ട്രെയിൻ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹിന്ദിക്കാരൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിനെ കൂട്ടുപിടിച്ചാണ് പോകുന്നത്, എൻ്റെ ബോഗിയിൽ ഒറ്റ മനുഷ്യരുണ്ടാവില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെ ഞാൻ പോയി. പക്ഷേ ബോഗിയിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ സീറ്റിൽ പോരും ഫുള്ള് ഹിന്ദിക്കാരാണ്. അപ്പം ഞാൻ ഓർത്ത്, മാതാവ് നീ എൻ്റെ കൂടിയില്ലേ? പക്ഷേ എൻ്റെ ചേട്ടൻ ഹിന്ദി അറിയുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ മാറിപ്പോയി. ഞങ്ങൾ രാത്രി അവിടെ അങ്ങനെ ആ ട്രെയിനിലിരുന്നു. ഞാൻ ഫുൾ ടൈം കൊന്തയും ചൊല്ലി ലൈവ് കുർബാന കൂടി സാക്ഷ്യങ്ങൾ കേട്ട് അങ്ങനെ ഞാൻ ആ 2 ദിവസം ആ ട്രെയിനിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് ഡെയിലി ബ്രെഡ് കൂടി അവിടെ കൊൽക്കത്തയിൽ അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് കുർബാന കൂടി തിരിച്ചു വന്നിട്ട് ഞാൻ തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാമിന് പോയത്. അപ്പോൾ എക്സാമിന് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായി, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം നീ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. പക്ഷെ അതൊന്നും ഞാൻ ആ സമയത്ത് ഓർത്തില്ല. ഞാൻ 9:30 എക്സാം ഹോളിൽ കയറി കഴിഞ്ഞ് പിന്നെയാണ് ഓർത്ത്, അയ്യോ ഞാനൊന്നും ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാനൊന്നും കണ്ടില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മുന്നിലൊരു ടീച്ചർ ബ്ലൂ കളർ ഡ്രസ്സായിട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഒരു സാറ് പെട്ടെന്ന് വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആ സാറ് ഗ്രേ കളർ. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി. അപ്പോൾ എക്സാമിന് ഇപ്പോൾ P2 എക്സാം എഴുതുന്നതൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ പോക്കറ്റിൽ ഒന്നും പാടില്ല. നമ്മൾ ആകെ കയറുന്നത് നമ്മുടെ പാസ്പോർട്ട് ഹോൾ ടിക്കറ്റും വെച്ച് മാത്രമാണ്. പക്ഷെ ഞാനന്ന് എൻ്റെ പോക്കറ്റിൽ എനിക്ക് ഉടമ്പടിക്ക് കിട്ടിയ കാശ് രൂപവും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ജീൻസിലിട്ടിട്ടാണ് ഞാൻ കയറിയേ. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി. ആരും കാണാതെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഉപ്പ് എൻ്റെ എക്സാം ഹോളിൻ്റെ സൈഡിൽ ആ മേശയുടെ അറ്റത്തിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു.
അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് പോന്ന് അന്ന് രാത്രി അവിടെ ഭയങ്കര മഴയായിരുന്നു. പിറ്റേന്ന് ഒരു 10 മണിയായപ്പോൾ ഞാൻ അറിഞ്ഞത് കൊൽക്കത്തയിൽ വെള്ളപ്പൊക്കം വന്നു, അന്നത്തെ എക്സാമൊക്കെ ക്യാൻസലാക്കി, ആർക്കും എക്സാം എഴുതാൻ പറ്റിയില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ അന്ന് ആ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് എൻ്റെ മാതാവ് എന്നെയും ചേട്ടൻ അവിടെ നിന്ന് രക്ഷിച്ചു. അങ്ങനെ 15 ദിവസത്തിനുള്ള റിസൾട്ട് വരുമെന്ന് പറഞ്ഞെങ്കിൽ 1 മാസമായിട്ട് റിസൾട്ട് വന്നില്ല. അങ്ങനെ ഞാൻ ഒക്ടോബർ 25 ഇവിടെ ആദ്യമായിട്ട് ജപമാല റാലിക്ക് വന്ന്. അതിനെപ്പറ്റി ഇത് എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ആദ്യമേ അങ്ങനെ ജപമാല റാലിക്ക് വന്ന് ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നവംബർ 2 ഇവിടെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങനെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കി. ആ പുതുക്കിയതിൻ്റെ അന്ന് അമ്മക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഉടമ്പടി മാതാവിൻ്റെ സുഗന്ധാഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും ഉണ്ടായില്ല. അമ്മ പറഞ്ഞിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി എന്തോ വരാനുണ്ട്, നമുക്ക് എന്തോ അനുഗ്രഹം വരാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 3 തൊട്ട് പിറ്റേ ദിവസം എൻ്റെ ചേട്ടന് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടന് അതൊന്നും പ്രശ്നമാക്കാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു. പിറ്റേന്ന് നവംബർ 4 എൻ്റെ റിസൾട്ട് വന്നു. അതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കോട് പാസ്സാവാൻ സാധിച്ചു. അതിനുശേഷം പിന്നെയും എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ എൻ്റെ പഴയ ഇൻ്റർവ്യൂ വെച്ച് തന്നെ എനിക്ക് പുതിയ കോൺട്രാക്റ്റ് വന്നു. അങ്ങനെ വിസ ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കാൻ പോവാണ്. അങ്ങനെ അതും ഓരോ ദിവസം നീണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ജനുവരി 1st വീക്ക് വരെ വെയിറ്റ് ചെയ്യാം, സ്ലോട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രൈവറ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് സ്ലോട്ട് എടുത്തപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി അനുസരിച്ച് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ കാറ്റഗറി വേറെയാണ്. അപ്പം ഞാൻ അന്നും കുറേ വിഷമിച്ചു. ഞാൻ പറഞ്ഞു നീ എന്തിനാ ഞാൻ ഇത്രയും ഉടമ്പടിയൊക്കെ എടുത്തേ, ഇങ്ങനെയൊക്കെ അറിയിക്കാനാണോ എന്ന് വരെ ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു കാറ്റഗറി ആകുമ്പോൾ ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ കുറേ നോക്കിയപ്പോൾ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏജൻസിക്ക് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമോയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല നിനക്കിനൊന്നും തരൂല, നീ ഉള്ളത് വെച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് പോയി. ഫെബ്രുവരി 4 ആയിരുന്നു എനിക്ക് വിസ സ്ലോട്ട് കിട്ടിയത്. ഫെബ്രുവരി 3 ഞാൻ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അമ്മ അപ്പനും കൂടി ബാംഗ്ലൂർക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പോന്നു. ആ സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ 1 മാസമൊക്കെ എടുക്കുന്നുണ്ട് വിസ കിട്ടാനായിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ മാർച്ച് 10 മുന്നേ ഈ വിസ സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇനി നീ എൻ്റെ പരീക്ഷയ്ക്കല്ലേ, കാരണം 4 കൊല്ലം ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫെബ്രുവരി 19 ഞാൻ അമ്മയുടെ 2ാമത്തെ പുതുക്കലിനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായി, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് അടയാളമായിട്ട് മാതാവിൻ്റെ രൂപം എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, എൻ്റെ പാസ്പോർട്ട് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞില്ല. അത് ഞാൻ താഴെ വന്നു. പക്ഷേ ഇവിടെ നിന്ന് ഈ 13ാമത്തെ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ റാലിയായിട്ട് പോയപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പം അന്നൊരു പ്രായ അമ്മച്ചിക്ക് ആ രൂപം കിട്ടി. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു കുഴപ്പമില്ല, എന്നെക്കാളും യോഗ്യത ചിലപ്പോൾ അമ്മച്ചിക്കായിരിക്കും, പക്ഷെ എനിക്ക് നീ ഇമെയിൽ അയച്ചാൽ അത് മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്പോർട്ട് വന്നതിൽ വിസ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ മാർച്ച് 10 എനിക്ക് മാർച്ച് 26 പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടിച്ച് തന്നേക്കുവാണ്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. അതിനുശേഷം കൂടാതെ എൻ്റെ കാലിലൊരു കുഞ്ഞ് രോഗസൗഖ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാലിലൊരു കുഞ്ഞ് വരൽ എന്താ വേദന എന്നറിയത്തില്ല, എന്തോ ഒരു കാരണത്തിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാൻ അപ്പോഴൊക്കെ ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഉടമ്പടി തൈലം പൂശി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ആ വേദന അങ്ങനെ തന്നെ മാറി. ഇപ്പം എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടേ ഇല്ല. അമ്മ മാതാവ് ഇത്രയും അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ജർമ്മനിയിൽ പോകുന്നത് B2 നഴ്സിംഗ് പഠിക്കാനായിട്ടാണ്. സ്റ്റൈഫൻഡോട് കൂടി തന്നെയാണ് ഞാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റൈഫൻഡ് കിട്ടും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. റൂമിൻ്റെ കോൺട്രാക്റ്റും താമസിക്കുന്ന സൗകര്യം എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും മോളും കൂടി ഇവിടെ നിന്ന് എൻ്റെ പേര് നയോബി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 ജൂലൈ 15 അതിനുശേഷം മോള് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഓരോ പുതുക്കലിലും അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ വളരെ അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കണ്ടപ്പോൾ. ആദ്യമൊക്കെ ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. കാശുരൂപമൊക്കെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞങ്ങളുടെ കഴുത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉപ്പൊക്കെ തന്നിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രയോഗം എന്താണെന്ന് ഒന്നും അറിയില്ലായിരുന്നു.
ഈ ഉടമ്പടി ഇട്ടതിന് ശേഷം ഞാൻ അത് കൊണ്ടുപോയി ഈ രൂപത്തിൻ്റെ അടുത്ത് വെച്ചു. അതിൻ്റെ പ്രയോഗമൊക്കെ ഇപ്പോൾ നന്നായിട്ടറിയാം. ഉടമ്പടി തൈലമൊക്കെ പുരട്ടാതെ ഞങ്ങൾ ഒരിടത്തും പോകാറില്ല. വിശ്വാസപ്രമാണം ചൊല്ലി ഈ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ 4 കെട്ടൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ ഇവിടെ ഇല്ല. അവന് വിസ ലഭിച്ചിട്ടും ആക്സിഡൻറ്റ് പറ്റിക്കിടന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും 3 ദിവസം ഞാൻ ഉടമ്പടിയിൽ പുതുക്കിയ സമയത്ത് എഴുതി വെച്ചിരുന്നു, എൻ്റെ മോന് 7-ാം തീയതിക്ക് മുന്നേ മാതാവേ അവന് ടിക്കറ്റ് വന്ന് പുറത്തേക്ക് പോകാനുള്ള അനുഗ്രഹം ചെയ്തു തരണമെന്ന്. അതുപോലെ തന്നെ ഞാൻ അന്ന് അവിടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എത്രയും ദയുള്ള മാതാവെ ചൊല്ലണ സമയത്ത് മുല്ലപ്പൂവിൻ്റെ വലിയ സുഗന്ധമായിരുന്നു. ഹസ്ബൻഡിനും മക്കൾക്കും ഒന്നും കിട്ടിയിരുന്നില്ല. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം വരാനുണ്ട്, അതാണ് ഇങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നമുക്കുണ്ടായതെന്ന് പറഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് മോൻ വന്നപ്പോൾ പറഞ്ഞു അമ്മയെ ടിക്കറ്റ് വന്നു, ജോലി സ്ഥലത്തായിരുന്നു അവൻ, ടിക്കറ്റ് വന്നു, ഞങ്ങളോട് നേരത്തെ പറയാതിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. വലിയ അത്ഭുതമാണ് മോനെ, ഇങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ നമുക്ക് വന്നില്ലേ. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ 11 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും പാസ്സാവാത്തതാണ് മോള്. ആ 11ാം തവണ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് റിസൾട്ട് പാസ്സായെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ നിരയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെ, ഉടമ്പടിയിൽ നന്നായി ജീവിച്ചാൽ നമുക്ക് ഇനിയും പലതും ഉണ്ടാവും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കണ എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടുമെന്ന് പറഞ്ഞു. എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ച് കരയൊക്കെ ചെയ്യണ ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഭയങ്കര ധൈര്യമാണ്. എന്ത് വന്നാലും മോള് സങ്കടപ്പെടുമ്പോൾ ഞാൻ പറയും എന്തിനാ സങ്കടപ്പെടുന്നത്, മാതാവില്ലേ കൂടെ. അപ്പോൾ ഒട്ടും എനിക്കൊരു സങ്കടമോ ഒരു പേടിയോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഓരോ പ്രാവശ്യം എക്സാം എഴുതുമ്പോഴും 10,000 രൂപയെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ലക്ഷങ്ങൾ വേണമെന്ന് പറയുമ്പോഴും ഒരു പേടിയില്ല. അതൊക്കെ എവിടെ നിന്നൊക്കെയോ മാതാവ് ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതൊക്കെ മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹമാണ്. ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ ഇത്ര അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ കുടുംബസമേതം നന്ദി പറയുകയാണ്. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള പാടില്ലാതെ കിടക്കണ ചേച്ചിയുടെ അടുത്ത് പോയി എല്ലാ മാസവും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ഒരു തുക കൊടുക്കും. അതുപോലെ മോള് ഓൺലൈനിലായിട്ട് കാണുന്ന അവർക്ക് രോഗികൾക്ക് വേണ്ടിയുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പം പഴയതുപോലൊരു ജീവിതമല്ല. ഇപ്പം മരിച്ചു പോയാലും സന്തോഷത്തോടെ മരിക്കും എന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം എനിക്കിപ്പോൾ ഉണ്ടായി. എന്നും പള്ളിയിലൊക്കെ പോകുമെങ്കിലും കുർബാനയൊക്കെ അർപ്പിക്കും, നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഒരു വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നതും എൻ്റെ കുടുംബം മുഴുവനും എല്ലാവരും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി വളർന്നു വരണം എന്നാണ് ഞാനിപ്പോഴും നിയോഗം എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ നിയോഗത്തിലെഴുതിയ 5 കാര്യങ്ങളും എനിക്ക് ഈ 2 പുതുക്കലിന് മുമ്പേ തന്നെ എനിക്ക് നടന്നു കിട്ടി. ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. നന്ദി. ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഡെയിലി ബ്രെഡ് കൂടുകയും രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ സായാഹ്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത്. പിന്നെ ആഴ്ചയിലുള്ള ധ്യാനങ്ങൾ കൂടും. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ ഡെയിലി കൂടാറില്ല, കാരണം എനിക്ക് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡെയിലി കൂടാൻ സമയം കിട്ടാറില്ല. പക്ഷേ കൂടുന്ന സമയത്തും 10ഉം 15ഒക്കെ ഒരു ദിവസം ഇരുന്ന് തന്നെ ഞാൻ കൂടാറുണ്ട്. പക്ഷെ അമ്മ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും രാത്രിയെന്നില്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ തന്നെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി പറയുന്നു. കൃപാസന അമ്മ എന്നെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തുന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി തോമസ്. ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണർക്കാടിന് കാരപ്പാടം സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചത് ഞങ്ങളുടെ തറവാട് വീടിനെ പറ്റിയാണ്. 35 വർഷമായിട്ട് ഞങ്ങളുടെ വീട് ശോഷിച്ച് ദ്രവിച്ച നിലയിലൊരു വീടായിരുന്നു. ഞാനപ്പം
ഇവിടെ വന്ന് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് ഞാൻ വീടിന് ചുറ്റും വിതറി പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ഞാൻ വീടിൻ്റെ വാതിലിൽ കുരിശ് വരച്ച് വെച്ച് പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട് പണി നടക്കുകയും 2 നില വീട്, വലിയ 2 നില വീട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ജോലിക്കാരിയാണ്. പുള്ളിക്കാരൻ 15 വർഷമായിട്ട് ജോലിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഗൾഫിൽ പോവും വരും എന്നല്ലാതെ നല്ല ശമ്പളത്തോടൊരു ജോലി ലഭിക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവ് എനിക്ക് തരികയാണെങ്കിൽ അതൊരു ശനിയാഴ്ചയ്ക്ക് തരണം. കാരണം ജോസഫച്ചൻ എപ്പോഴും പറയും മാതാവിൻ്റെ സമ്മാനം കിട്ടുന്നത് ശനിയാഴ്ചയായിരിക്കുമെന്നും. അങ്ങനെ ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിളി വന്നു, ഇങ്ങനെ ഗ്രീസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിന് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, മാതാവിന് പൂർണ്ണ ഹിതമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രോഗ്രസ് ഇതും കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഇനി ഈ മാസം 20-ാം തീയതി പോവുകയാണ്. മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ 3 കുഞ്ഞുങ്ങളും ഭയങ്കര ശ്വാസം മുട്ടലിൻ്റെ ആൾക്കാരായിരുന്നു. പല ആശുപത്രിയിലും കാണിച്ചു, പല മരുന്നുകൾ ഉപയോഗിച്ചു, എന്നിട്ടും മാറുന്നില്ലായിരുന്നു. മൂന്നാമത്തെ ആൾക്കാണെങ്കിൽ എപ്പോഴും ന്യൂമോണിയ വരും ശ്വാസം മുട്ടൽ കൂടി കഴിഞ്ഞാൽ. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കലായി, നെബുലൈസർ ചെയ്യലായി, ഇത് തന്നെയായിരുന്നു. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം വെച്ചു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മരുന്നൊന്നും കൊടുത്തില്ല. അങ്ങനെ 3 പേരുടെയും അസുഖം മാറി കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ അവിടെ കൂടുതലും ക്രൈസ്തവരാണ്. അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കൃപാസന അമ്മേനെ പറ്റിയും ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റിയും പറഞ്ഞു പത്രം കൊടുക്കും. പിന്നെ കാണുന്നവർക്കൊക്കെ ഇപ്പം എൻ്റെ മുമ്പിൽ വരുന്ന ആരും വന്ന് കൈ നീട്ടിയാൽ ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹം തരുന്നത് കൃപാസന അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി.